കഴിഞ്ഞിക്കണു. ഞാനേ അവൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിത്തന്ന മാലയത്. അന്ന് കല്യാണമൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും തൃശ്ശൂരത്തെ ആൾക്കാർക്ക് ഇഷ്ടായിക്കണു. ഇതെന്തായാലും നടക്കും. പൊട്ടുമിട്ടില്ല പറഞ്ഞിട്ട് ഇനി അതിനാവും പ്രശ്നം. അമ്മ ഇങ്ങനെ നടന്നു. അമ്മ ഇങ്ങനെ ഈ കൈയൊക്കെ വിറച്ചിട്ടേ. എത്ര മണിക്കായിരുന്നു അവിടെ എത്തണ്ടേ? പോവാ കഴിഞ്ഞിക്കണു. എടി ഇതങ്ങോട്ട് വെച്ചോട്ടാ. അത് ഓന് കുറച്ച് മിഠായി പുറത്തുണ്ടായിരുന്ന കേട്ടോ. പെട്ടി പൊളിച്ചിട്ടില്ല. ഈ മൂപ്പരുടെ പെങ്ങളൊക്കെ രാത്രി വരുള്ളൂ. അപ്പോഴേ ഉണ്ടാവുള്ളൂ. വായോ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. അജുമാമ വന്നിട്ടുണ്ട്. ബിരിയാണി കഴിക്കാം. ചേച്ചി വന്നപ്പോ ഉണ്ടാക്കിയതാ. ഞാൻ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല. ഞാൻ രാവിലെ പോയി. എനിക്ക് വിളിക്കാൻ പോവാൻ ഭയങ്കര ഇഷ്ടാ. വിളിക്കിട്ട ആ നമ്പറിൽ. ഇവണ്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോന്നിട്ട് എന്നിട്ട് ഞാൻ വീണ്ടും കയറിപ്പോയി. എന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് നമ്പർ വാങ്ങിയിട്ട് പോന്നു. അതിന് ആകെ 10 ദിവസമേ പോകാനുള്ളൂ. അയ്യോ 10 ദിവസമേ ഉള്ളൂ അല്ലേ. അതിന്റെ ഇടയിൽ ഒന്ന് സംസാരിച്ച് ഇവർക്കൊന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ ലിക്കൊന്ന് പോയിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഈ കാര്യം. പറഞ്ഞാൽ മനസ്സിലാവില്ല ചെക്കന്. വേണ്ടൂര് കഴിച്ചാൽ മതി. എന്റെ മോന് ചക്ക ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചക്ക തന്നെ ഉണ്ടാക്കുള്ളൂ. ഓൻ കൊല്ലത്തിലൊരിക്കലും ഇതൊക്കെ കഴിക്കുള്ളൂ. നമുക്കൊക്കെ തോന്നുമ്പോ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാലോ. അല്ലടാ കഴിച്ചു. സമയം എന്തായടാ? എല്ലാരും കിടന്നിക്കുന്നു. ഞാൻ ഈ വന്നിട്ട് കഴിക്കച്ചിട്ട് അങ്ങനെ ഇരുന്നതാ. ഈ കഴിച്ചിട്ട് വന്നേ? അന്ന് ഈ കിടന്നു. അയ്യോ 12 മണിക്കായില്ലേ. ഇല്ലില്ല ഞാൻ കഴിച്ചോളാം. ഈ കിടന്നോ. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോയതാ. വേണ്ടാ. എന്നാ വയ്യൊക്കെ ഒപ്പം കഴിക്കാം. എടി ഇത് അതിലേക്ക് അങ്ങോട്ട് വെച്ചോ. ഒരു കുഞ്ഞു സാധനം വെക്കാനുള്ള സ്ഥലമൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങോട്ട് ഒതുക്കി വെച്ചോ. ഞാൻ വെക്കാം. എന്താണ്? പൊട്ടൊന്നും തൊട്ടില്ലടാ. ഈ പോയിട്ട് പോയോ? ഇപ്പൊ ഈ വരുമ്പോഴേക്കും ഞാൻ പൊട്ടൊക്കെ തൊട്ട് സുന്ദരമായിട്ടിരിക്കാം. ഈ ഓളെ എല്ലാ ദിവസവും വിളിക്കണം കേട്ടാ. നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കണേ. ക്ഷീണിച്ചിട്ട് വരില്ലേ. എന്താണ്? പോടാ. ഞാൻ കരയില്ല. ഈ പോയിട്ടായി. ഞാൻ ഒന്നുമില്ല. ഓൻ പോണ് കാണാൻ വേണ്ടിട്ടാ. നിങ്ങൾ തന്നെ പോയാൽ മതി. പൊക്കോ.